അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഏജന്റിനെതിരെ പരാതി നൽകിയ ലേക്ക് ഷോർ ആശുപത്രി ജീവനക്കാരിയെ പിരിച്ചുവിട്ടു. മാനേജ്മെന്റും ഏജന്റുമാരും ഒത്തുകളിക്കുന്നുവെന്ന പരാതി തന്റെ രാജിക്കത്ത് ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങുകയായിരുന്നു. കുറ്റം ബോധപൂർവം തന്റെ മേൽ കെട്ടിവെക്കുകയായിരുന്നുവെന്നും യുവതി ജനം ടിവിയോട് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലുകാരോട് എനിക്ക് നീതി കിട്ടിയില്ല എങ്കിൽ ഞാൻ മീഡിയ വഴിയാണെങ്കിലും എന്റെ കാര്യങ്ങൾ ഞാൻ പുറം ലോകം അറിയിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എനിക്കെതിരെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ മീഡിയയിൽ സംസാരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവയവ കച്ചവട മാഫിയക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിലാണ് പ്രതികാര നടപടിയെന്ന് യുവതി പറയുന്നു. നിർബന്ധിച്ച് രാജിക്കത്ത് എഴുതി വാങ്ങുകയായിരുന്നു. താൻ ഇടനിലക്കാരിയാണെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്. കുറ്റം ചെയ്തവർ തന്നെ കുറ്റക്കാരിയാക്കുകയായിരുന്നു. തന്റെ കുടുംബക്കാരെയും ഭീഷണിപ്പെടുത്തി. ആത്മഹത്യയല്ലാതെ ഇനി മറ്റു വഴിയില്ലെന്നും യുവതി ജനം ടിവിയോട് പറഞ്ഞു. ഞാനൊരു കേസ് പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായി. ആ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് എനിക്കെതിരെ കള്ളപ്പരാതിയൊക്കെ തന്നിട്ട് എന്റെ ജോലി കളയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന് ഞാൻ എന്റെ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിനോട് പറഞ്ഞിട്ട് അവരത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അവര് ഈ ആൾക്കാരോട് തന്നെ അഭിപ്രായം ചോദിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചിട്ടാണ് എന്റെ ജോലി കളയാനുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്തു വെച്ചത്. അത് ഞാൻ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ട് അവരത് അംഗീകരിച്ചില്ല. 3 മിനിറ്റിനുള്ളിൽ ഹരാസ് ചെയ്യും പോലെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവരവിടെ നിന്ന് എന്നെ ജോലിയിൽ നിന്ന് ഇറക്കിയത്. ഈ പോസ്റ്റ് ഇടുന്നതിന് മുന്നേ ഈ മാനേജ്മെന്റ്, അതായത് അവിടുത്തെ HR ആയ പ്രദീപ് സാറ് എന്നോട് പറഞ്ഞു അവരോട് പോയി സംസാരിച്ച് കാല് പിടിച്ച് അവര് വന്ന് സംസാരിക്കുകയാണെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ ഞങ്ങൾ കേൾക്കാം ജോലിയിലെന്ന് പറഞ്ഞു. ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞും എന്റെ നേരെ ഭീഷണി വന്ന് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞോണ്ട് ഷൈനും ഷാജിയും ഒക്കെ എന്റെ നേരെ ഭീഷണി വന്നതിന് ശേഷമാണ് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. തനിക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയ ലേക്ക് ഷോർ ആശുപത്രിയിലെ മേലുദ്യോഗസ്ഥരുടെ പേരുകൾ യുവതിയുടെ ഫോൺ സംഭാഷണത്തിലുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവ കച്ചവട മാഫിയയുടെ വിവരങ്ങൾ ജനം ടിവി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കൂടുതൽ പരാതികൾ. ആശുപത്രി അധികൃതർ അവയവ കച്ചവട റാക്കറ്റുമായി ചേർന്ന് പ്രവർത്തിക്കുകയും പ്രതികാര നടപടി എടുക്കുകയും ചെയ്യുന്നുവെന്നാണ് പരാതിയിലുള്ളത്. ജനം, കൊച്ചി.